ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മായാസ് കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുന്തിരി കൊത്ത് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു നാടൻ രീതിയിലുള്ള ഒരു പലഹാരമാണ്. അത് മാത്രമല്ല ദീപാവലിക്കൊക്കെ ഇതൊരു സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 1/4 കിലോ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നീട് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ കമ്മിയായിട്ട് എടുത്തത്. അപ്പോൾ 1/4 കിലോ ചെറുപയർ അതെടുക്കുക. അപ്പോൾ ഞാനിതെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതേ സെയിം 1/4 കിലോ ചെറുപയറൊന്ന് നന്നായിട്ടത് കഴുകി 2-3 തവണ കഴുകിയിട്ടാണ് ഞാനിത് വറുക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയും നമ്മളുടെ ചെറുപയർ കടയിൽ നിന്ന് വാങ്ങണതുകൊണ്ട് അഴുക്കുണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ കഴുകിയിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതുകൊണ്ട് അത്രയും നല്ലതായിരിക്കും. അപ്പോൾ കഴുകി വെച്ച് ഞാൻ വെള്ളം വരാനായിട്ട് ഞാൻ വെച്ചിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാൻ ചൂടായി വരുമ്പോൾ നമുക്കിത് അതിലോട്ട് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വെള്ളത്തിൻ്റെ നനവുണ്ട്, കാര്യമില്ല. നമുക്ക് ആദ്യം കുറച്ച് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ വെള്ളം ഒന്ന് ഡ്രൈ ആയി പോയിക്കോളും. പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ ഒരുപാടൊന്ന് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും വറുത്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മണമൊക്കെ വരും, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ കണ്ടോ, അപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്, ഇതിന് മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് ഏലക്കായ, ഒരു ഫ്ലേവറിന് മണത്തിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ, ഞാനിവിടെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് ഒന്നിച്ച് നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ അരയ്ക്കാവൂ. ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കുക. ഒരുപാട് തരി ഇല്ലാതെ ഒരു മീഡിയം തരി, ഒരുപാട് നൈസും ആവരുത്, അങ്ങനെ പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് നമ്മളൊരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ ഞാനിവിടെ 1/4 കിലോ ചെറുപയറിന് ഞാൻ ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ നന്നായിട്ടൊന്ന് നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഒരു ബ്രൗൺ കളറ് ഒന്ന് ഫുൾ ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. കാരണം ഇത് നമുക്ക് ഒരുപാട് ദിവസം കേടുകൂടാതെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാഴ്ചയൊക്കെ നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ബ്രൗൺ കളറിൽ, ഗോൾഡൻ കളറിൽ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അത് കണ്ടോ, ബ്രൗൺ കളറൊക്കെ മാറി വരുന്നുണ്ട്, ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ തണുത്തതിന് ശേഷം അതേ സെയിം മിക്സി ജാറിൽ ഒന്ന് അടിച്ചെടുക്കണം. ഇത് കുറച്ച് വലുതും ചെറുതായിട്ടല്ലേ തേങ്ങയുള്ളൂ, അപ്പോൾ ഒന്ന് അടിച്ചെടുക്കുക. ഇനി അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ശർക്കരയാണ് ഒരുക്കാൻ പോകുന്നത്. ശർക്കര എടുക്കുന്ന സമയത്ത് ഞാനിവിടെ ശർക്കര എടുത്തിരിക്കുന്നത് കറക്റ്റ് 250 ഗ്രാം ചെറുപയറിന് 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർത്താൽ, അധികം വേണ്ടാത്തവർ കുറച്ച് കമ്മിയാക്കി ചേർത്താൽ മതിയാവും. പിന്നെ നമ്മളതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നൂൽ പരുവത്തിലാകുന്ന വരെ, ഒരുപാടൊന്ന് ഒട്ടുന്ന രീതിയിൽ എടുക്കണമെന്നില്ല. അപ്പോൾ ഏകദേശം കണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ആദ്യം ഇവിടെ അരച്ച് വെച്ചിരുന്ന ചെറുപയറും ഏലക്കായും കൂടെ ഉള്ള പൊടിയാണിത്. ഈ പൊടി കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയണം, ഒരുപാട് തരിയില്ല, പക്ഷെ ഒരുപാട് നൈസും ഇല്ല. അതുപോലെ ഒരു മീഡിയം സൈസിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഒരുപാട് തരിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉരുണ്ട പിടിക്കാൻ കിട്ടില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. പിന്നെ തേങ്ങ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഞാൻ മിക്സിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് പൗഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്താം. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നമ്മളിനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര, അത് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നമുക്ക് ഉരുണ്ട പിടിക്കാനുള്ള ഒരു ലെവലെത്തുമ്പോൾ നമുക്ക് അതുവരേക്കും നമ്മളൊന്ന് ശർക്കര ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ലൂസായി പോകും, നമുക്കത് ഉരുണ്ട പിടിക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് ലെവലാക്കി എടുക്കാം. ഇത് കുറച്ച് ചൂടിൽ വേണം കേട്ടോ ഇത് ഒഴിക്കാനായിട്ട്, ഈ ശർക്കര. അപ്പോൾ അതുകൊണ്ട് ചൂടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പൂണിട്ട് ഇളക്കി കാണിച്ചു തരുന്നത്. നിങ്ങൾ കുറച്ച് ചൂട് സഹിക്കാൻ പറ്റുന്ന ഒരാളെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഉരുണ്ട പിടിക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്ത എള്ളൊക്കെ ചേർത്താം കേട്ടോ. വെള്ള എള്ളൊക്കെ ചേർത്താൽ അതിൽ അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ചെറുപയറും അതേപോലെ തന്നെ തേങ്ങയും മാത്രമേ ഉള്ളൂ, ശർക്കരയും ഏലക്കായും. അപ്പോൾ ഇത് നമുക്ക് ഉരുണ്ട പിടിച്ചെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തേച്ച് നമ്മൾ ഉരുണ്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടില്ല. ഇതും അങ്ങനെ ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുണ്ട പിടിച്ചെടുക്കാം. കണ്ട തരി നമ്മൾ കറക്റ്റാണത്. തരി അല്ല, കുറച്ച് കൂടുതൽ തരി ഇനിയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉരുട്ടി കഴിഞ്ഞാൽ പൊട്ടി പോകും. അപ്പോൾ അത് കറക്റ്റാണ് ഈ തരി. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം അത് പൊടിച്ചെടുക്കാൻ ചെറുപയർ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഉരുട്ടിയെടുക്കുമ്പോൾ ഈ ചെറുപയറിൽ തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നമ്മൾ ഇനി മാവിൽ മുക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പകരം കുട്ടികൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി മാവ് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ അരിപ്പൊടിയാണ് പൊതുവേ മുന്തിരിക്കുത്തിന് എടുക്കാറ്. പക്ഷേ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൂടെ മൈദ ആഡ് ചെയ്യുമ്പോൾ, ഞാനിവിടെ 1:3 എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മൈദയും അതേപോലെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണ്, നല്ല സോഫ്റ്റായിട്ട് വരാൻ, ഒരുപാട് ഹാർഡാവാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഒരു നുള്ള് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സോൾട്ടും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മധുരം, അതായത് നമ്മൾ ഉള്ളിൽ എങ്ങനെ ശർക്കരയുടെ മധുരം ഉണ്ടാവും, അപ്പോൾ നമുക്ക് പുറത്ത് അത് മധുരം കറക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഈ മാവിൽ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാവിന് ഒരു ടേസ്റ്റ്, നമ്മൾ പുറമേ ഉള്ള തോട് കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടും. ഇതിൽ പഞ്ചസാരയും ഉപ്പും അതിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ മുന്തിരിക്കുത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ കുട്ടികൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഒരു 4 മണി പലഹാരം പോലെ. അപ്പോൾ കണ്ട മാവിൽ മുക്കി നമുക്ക് എണ്ണ ചൂടായി വരുന്ന എണ്ണയിലോട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം. ഒരുപാട് വെള്ളമായി പോകരുത് മാവ്. കറക്റ്റ് ദോശമാവിൻ്റെയും ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഇടയിൽ ഒരു മീഡിയം ലെവലിൽ വേണം നമുക്കത് കലക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാവിൽ മുക്കി ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പുറമേ മാത്രം നമുക്കത് വെന്ത് കിട്ടിയാൽ മതി. ഉള്ളിൽ നമുക്ക് വേവേണ്ട ആവശ്യമില്ല. അതെല്ലാം ഓൾറെഡി കുക്കഡാണ്. അപ്പോൾ വെളിയിലുള്ള മാവ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള 1 മിനിറ്റ് സമയം മാത്രം മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരണമെന്ന് കണ്ടാൽ നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഒന്നിച്ചിടുമ്പോൾ എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കും. പക്ഷെ അത് നമ്മൾ അപ്പം തന്നെ നമ്മളത് വിടർത്താനായിട്ട് അങ്ങനെ മാറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടി വരും. അതുകൊണ്ട് ഒരു 4-5 സെക്കൻഡ് അങ്ങനെ തനിയെ വിടണം. അതിനെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നീട് പോയി തിരിച്ചിടാൻ പോകരുത്. അല്ലെങ്കിൽ അത് ഗ്യാപ്പ് ഇടാൻ നോക്കരുത്. നമ്മൾ കറക്റ്റ് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിടാവുന്നതാണ്. അപ്പോൾ ഏകദേശം കണ്ട് നമ്മളുടെ മുന്തിരിക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ കളറ് വന്നാൽ മതി. ഒരുപാടൊന്ന് കളറ് വരുത്തണമെന്നില്ല, പിന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ മുന്തിരിക്കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വീണ്ടും ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കാരണം ഇതുപോലെ നമ്മൾ ഒന്നിച്ച് അങ്ങോട്ട് തിരിച്ചിടുക. നമ്മളത് ഗ്യാപ്പ് ഇടാനായിട്ട് നോക്കരുത്. അപ്പോൾ അതൊക്കെ പൊട്ടി വരും. അപ്പോൾ നമ്മളിവിടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്, മുന്തിരിക്കൊത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ് ഉള്ളിലും അതേ പുറമേ അതെ. നമ്മൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തത്. അല്ല, മൈദ ആഡ് ചെയ്യേണ്ട, നല്ല ഹാർഡായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ ആഡ് ചെയ്യാതെ തന്നെ അരിപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.